RSS ശാഖയിൽ പീഡനം നേരിട്ടെന്നാരോപിച്ച് കോട്ടയം സ്വദേശി അനന്തു അജി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേസെടുക്കാൻ നിയമോപദേശം. അനന്തുവിന്റെ മരണമൊഴിയുള്ള വീഡിയോ ദൃശ്യം നിർണായകമാകുമെന്നും പൊൻകുന്നം പോലീസിന് കേസ് കൈമാറണമെന്നും നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷഫീദ്, വിവരങ്ങൾ. ഷഫീദ്, രജിത്ത്, ഈ RSS ക്യാമ്പിലെ പീഡനം മാത്രവുമല്ല, താൻ ചെറുപ്പത്തിൽ നേരിട്ട പീഡനമാണ് താൻ ആത്മഹത്യയിലേക്ക് നയിച്ചെന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതായിരുന്നു അനന്തു അജിയുടെ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വീഡിയോ. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ഏത് വിധത്തിൽ കേസെടുക്കണം എന്നുള്ള കാര്യത്തിൽ ഈ ആത്മഹത്യ നടന്ന തമ്പാനൂർ പോലീസ് പരിധിയിലെ തമ്പാനൂർ പോലീസ് നിയമോപദേശം തേടി. ഇപ്പോൾ അതിന് നിയമോപദേശം കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ആത്മഹത്യാ കുറിപ്പിലും അതേപോലെ ഇന്നലെ പുറത്തുവന്ന വീഡിയോയിലൂടക്കം പറഞ്ഞ നിതീഷ് മുരളീധരൻ എന്ന് പറയപ്പെടുന്ന NM ഇയാൾക്കെതിരെ കേസെടുക്കാം എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നിയമോപദേശം. ഈ അവസാനമായി അനന്ത് പങ്കുവച്ച ഈ വീഡിയോയ്ക്ക് നിയമസാധ്യതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളും ഈ നിയമോപദേശത്തിൽ പറയുന്നുണ്ട്. കൂടാതെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തില്ല. കാരണം നിതീഷിനെതിരെ തമ്പാനൂർ പോലീസിന് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ കഴിയില്ലെന്ന് നിയമോപദേശം കിട്ടിയിട്ടുണ്ട്. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് 377 വകുപ്പിൽ കോട്ടയം പോലീസിന് കേസെടുക്കാമെന്നും നിയമോപദേശം നൽകിയിട്ടുണ്ട്. തമ്പാനൂർ പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അസ്വാഭാവിക മരണത്തിനുള്ള കേസാണ്. എന്നാൽ ഈ ഒരു വകുപ്പോട് ഉൾപ്പെടുത്തി ഈ കേസ് കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നടക്കമുള്ള കാര്യമാണ് നിയമോപദേശമായി ലഭിച്ചിട്ടുള്ളത്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.